വന്നായിരുന്നോ മോളെ? ഇല്ലല്ലോ ആന്റി, 2 ദിവസമായിട്ട് ഞാനും കോളേജിൽ പോയില്ല, അതുകൊണ്ട് അവളെ കണ്ടില്ല. എന്തു പറ്റി ആന്റി? ഇന്നലെ അവള് വീട്ടിൽ നിന്ന് കോളേജിൽ പോയതാ. ഈ സമയമായിട്ട് അവള് വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. അവക്ക് എന്ത് പറ്റിയെന്നോ എവിടെയാണെന്നോ അറിയില്ല. എനിക്കാകെ പേടിയായിട്ട് വയ്യ. പേടിക്കണ്ട ആന്റി, നിങ്ങള് എല്ലാരോടും അന്വേഷിച്ചോ? ചിലപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ മറ്റോ ട്രിപ്പ് പോയതാവും. വന്നോളൂ ആന്റി, ഞാനും അന്വേഷിക്കാം. നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കണ്ട. ശരി മോളെ. ആരോടും പറയാതെ ഇവളിത് എവിടെയാ പോയത്? പല്ലവി, ജയ കണ്ടിരുന്നോ? ഇല്ലടി, ഇന്നലെ മുതൽ അവള് ക്ലാസ്സിൽ വന്നിട്ടില്ല. നമ്മുടെ സെക്ഷനിൽ നിന്ന് ആരെങ്കിലും ട്രിപ്പ് എന്തെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്താ? ഒന്നുമില്ല. ഓക്കെ. സ്വാതി, ജയ നിന്നെ വിളിച്ചിരുന്നോ? ഇല്ലല്ലോ. എന്താ? ഇന്നലെ മുതൽ ജയ കാണുന്നില്ലെന്ന് അവളുടെ അമ്മ വിളിച്ചിരുന്നു. അതെയോ? ഞാനും അവളെ കോൾ ചെയ്തിരുന്നു. സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. അവളിനി ആരോടെങ്കിലും പ്രേമത്തിലോ മറ്റോ ആണോ എന്തോ. ചിലപ്പോ ഇനി അവളെങ്ങാനും. ചേച്ചേ, ജയ അങ്ങനെയൊന്നും ചെയ്യില്ലടി. ശരിയടി, ബൈ. പക്ഷേ അവൾ എന്നോട് പറയാതെ എവിടെയും പോവില്ലല്ലോ. എന്തായാലും ഇന്നും കൂടെ വെയിറ്റ് ചെയ്യാം. അവൾ വന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പം നോക്കാം. ചേച്ചി, ഹായ്. ഹായ്. ചേച്ചിയെ കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഓ, താങ്ക് യു. എന്താ മോളുടെ പേര്? സോണി. നൈസ് നെയിം. പറയൂ സോണി. അല്ല, ചേച്ചിക്കൊരു പയ്യനെ ഇഷ്ടമാണെന്ന് കേട്ടല്ലോ. എല്ലാ പയ്യന്മാരും ഒരേപോലെയാണെന്ന് കരുതിയിട്ടല്ലേ ചേച്ചി സമ്മതിക്കാത്തത്? ഓ ഗോഡ്. കയ്യിലുള്ളതിനെ വിട്ടിട്ട് പറക്കുന്നതിനെ പിടിക്കാൻ നോക്കുന്നു. ഈ ചേച്ചിയുടെ ഒരു കാര്യം, മര്യാദക്ക് റോസാപ്പൂ പിടിച്ചുകൊണ്ട് ഒരു നല്ല ഫോട്ടോ എടുക്ക്. ഓൾ ദി ബെസ്റ്റ്. ബൈ. Yes. ഏതാടാ ഈ വട്ട് കേസ്? നിങ്ങളുടെ ഫോൺ റെഡി ആയിട്ടുണ്ട്. ഓക്കെ. ഡേറ്റ എല്ലാം ഈ കാർഡിൽ കോപ്പി ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. വെൽക്കം മാഡം.
സുഷമ നന്ദ നിന്റെ ക്രൂരമുഖം ഇന്നു പുറത്തായി. നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പാവപ്പെട്ട പെൺകുട്ടികളെ ബലി കൊടുക്കുവാണല്ലേ? നിനക്ക് മനുഷ്യത്വമൊന്നുണ്ടോ ദ്രോഹി? അന്ന് നിന്നെ ഇവിടെ കണ്ടപ്പോ തന്നെ സംശയിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാനുണ്ടായിരുന്നില്ല. നീ ജയയോട് രഹസ്യമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അതുപോലെ തന്നെ അന്ന് മുതൽ ഇന്ന് വരെ അവളെ കാണുന്നുമില്ല. ഇന്നിപ്പോ സുഷമയുടെ വീട്ടിൽ ചെന്നപ്പോ അവളെ മൊട്ടയടിച്ച് അവളെ കൊന്നിരിക്കുന്നു. ഈ ലോക്കറ്റ് കിട്ടിയോണ്ട് നീയാണെന്ന് മനസ്സിലായി. ഇല്ലെങ്കിൽ എന്നെ ഇതുപോലെ സ്നേഹവും പ്രേമവും അഭിനയിച്ച് ഇതുപോലെയൊക്കെ ചെയ്യുമായിരുന്നില്ലേ? പെൺകുട്ടികൾക്കെല്ലാം സഹായം ചെയ്യുന്നു എന്ന വ്യാജേന ജീവൻ എടുക്കായിരുന്നില്ലേ പാപി? നീ മനുഷ്യനെയല്ല, നീ മനുഷ്യരൂപത്തിലുള്ള രാക്ഷസനാ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്താ കമലേ, നമ്മുടെ മകൻ ബാംഗ്ലൂർ പോയി പഠിച്ച് വലിയ ഡോക്ടറാവാൻ പോവാ. എന്താ നാണക്കേടായത് നമ്മുടെ കുടുംബത്തിന്. ഒന്ന് നോക്കടാ നിന്റെ അച്ഛനെ, എന്ത് വിഷമത്തില അച്ഛൻ. അച്ഛന് ഞാൻ ഇവിടെ കഷ്ടപ്പെടുമ്പോ നീ അവിടെ ബാംഗ്ലൂരിൽ പോയി തോന്നിയതുപോലെ ജീവിക്ക്, ഞങ്ങളെ നോക്കണ്ട. അത് ഇവനൊക്കെ മകനാണെന്ന് പറയാൻ തന്നെ നാണക്കേടാ. നിനക്കറിയാം എന്താ ഇതൊക്കെ? ഞാൻ ഇതൊക്കെ ചുമ്മാ പറഞ്ഞതല്ലേ മോനെ, നിനക്ക് എന്നെ അറിയാലോ. നീ വിഷമിക്കാതിരിക്കെ. അച്ഛൻ എന്തെങ്കിലും തോന്നിയതുപോലെയൊക്കെ വിളിച്ചു പറയും. എന്റെ മോൻ വിഷമിക്കണ്ട കേട്ടോ. വന്ന് ഊണ് കഴിക്കും. നീ എന്താ സാധനമെന്ന് എനിക്ക് നല്ലവണ്ണം അറിയില്ലേ. നീ ഒരു സാധാരണയാളല്ല. എന്നെ വിറ്റ കാശുണ്ട് നിന്റെ കയ്യില്. ഒന്ന് പോ മനുഷ്യ അങ്ങോട്ട്. എടി താടകേ, എന്റെ സ്വഭാവം മാറ്റിയിട്ടുണ്ടല്ലോ. ഞാൻ രണ്ടിനെ ശരിയാക്കി കളയും. മതി മതി, നിങ്ങളൊന്ന് പോയേ. ഞാൻ കൊറേ കണ്ടതാ. എന്താ ചെയ്ത്? അയ്യോ ഇങ്ങർക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ. നിന്റെ അത്രയും വരില്ല. പൊന്നു മോനെ, നിന്റെ അച്ഛന്റെ കാര്യം അറിയാവുന്നതല്ലേ. നീ കൈ കഴുകുക, ഊണ് കഴിക്കാൻ പാടാ. എന്റെ മനുഷ്യ ഒന്ന് ചെന്ന് ഊണ് കഴിക്കാൻ നോക്ക്. ഇവർക്ക് എന്താ പറ്റിയത്? എടാ, നീ എന്തൊക്കെ തന്നെ പറഞ്ഞാലും കാണാൻ സൂപ്പർ തന്നെയാ. എന്താണ് നിങ്ങളൊക്കെ ഈ പറയുന്നേ? ദാ വരുന്നു എന്റെ അമ്മോ. മോനെ, ഇന്ന് നിന്നെ അന്വേഷിച്ചു വന്നില്ലേ? ആരാ അവള്? നീ എന്താടാ ചോദിച്ചിട്ടൊന്നും പറയാത്തത്? എല്ലാറ്റിനും ഒറ്റ വാക്കിലെ മറുപടി ഉള്ളൂ. അവൾ ഇവിടെ വന്നപ്പോ മുതലേ നിന്റെ അച്ഛൻ ഹനുമാനെ പോലെ മുഖവും വെറുപ്പിച്ച് എല്ലാരോടും ഭയങ്കര ദേഷ്യത്തില. എന്തിനാണ് അവള് വന്നത്? എനിക്ക് ജസ്റ്റ് പരിചയമുണ്ട്, അത്രേ ഉള്ളൂ. അതെയോ? പക്ഷേ വീട്ടിൽ വന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചോറ് താമ. അവൾക്ക് എന്താ വേണ്ടേന്ന് ചോദിച്ച് അവളെ അങ്ങ് പറഞ്ഞു വിട്ടേക്കണം. നാട്ടുകാര് ചോദിച്ചപ്പോ അകന്ന ബന്ധത്തിലെ കുട്ടിയാണെന്ന് പറഞ്ഞ് പറ്റിച്ചിരിക്കുക. നിനക്കറിയില്ലേ, നിന്റെ അച്ഛന്റെ കുടുംബം രാജവംശമാണെന്നാ ഇവിടെ എല്ലാവരും പറയുന്നത്. അപ്പൊ നിനക്കും വിശ്വാസമില്ല അല്ലേ?
ഇവിടെ എന്താ വന്ന് തെരഞ്ഞോണ്ടിരിക്കുന്നേ? എന്റെ വീട്ടിൽ വന്ന് എന്താ തെരഞ്ഞോണ്ടിരിക്കുന്നതെന്ന്? ഞങ്ങളുടേത് മര്യാദയുള്ള കുടുംബം. പുതിയതായ ഒരു പെൺകുട്ടി ഈ വീട്ടിൽ വന്ന് താമസിച്ചാൽ നാട്ടുകാർ എന്ത് പറയുമെന്ന് അറിയാമോ നിനക്ക്? ആദ്യം നിന്റെ വീട്ടിൽ പോകാൻ നോക്ക്. ജീവന് പോലും വില കൊടുക്കാത്ത നീയാണോ മര്യാദയെ പറ്റി പറയുന്നത്? എന്റെ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് വരെ ഇവിടെ നിന്ന് ഞാൻ പോകില്ല.